ഈ യുവജനങ്ങൾക്കൊപ്പം നിന്ന് ഈ സമരത്തെ നയിച്ചത് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാരും അടക്കമുള്ളവരായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്. തെരുവോരങ്ങളിൽ അവർ ഒരുമിച്ചാണ് പോരാടിയത്. 2 ഇടങ്ങളിലായിട്ടാണെങ്കിലും ജന്തർ മന്ദിറിൽ CJP-യും തൊട്ടടുത്ത് ഗാന്ധി സ്മൃതിയിൽ കോൺഗ്രസിന്റെ MP-മാരെയും പ്രേക്ഷകർ കണ്ടു. രാജ്യത്തുടനീളം ഇന്ന് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. ബീഹാറിലെ പാറ്റ്നയിൽ, അലഹാബാദിൽ, ദില്ലിയിൽ, പലയിടങ്ങളിലും, ബംഗളൂരുവിൽ, കൊച്ചിയിൽ, തിരുവനന്തപുരത്ത് അങ്ങനെ രാജ്യത്തുടനീളം യുവജനത തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഇതോടുകൂടി പ്രതിഷേധക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇതുവരെ വെല്ലുവിളിച്ചവരും സംഘപരിവാരുമെല്ലാം ഓർമ്മിക്കണം. ഇതിനിടയിൽ തന്നെ BJP ക്യാമ്പിൽ നിന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. മുരളി മനോഹർ ജോഷി കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞു. RSSന്റെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി. അവസാന നിമിഷം വരെയും പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തി. ഇതാണ് പ്രേക്ഷകർ കാണുന്നത്. രാജിക്കത്താണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്ത രാജിക്കത്താണ്. നിലവിൽ എന്താണ് രാജിക്കത്തിൽ പറയുന്നത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. PR സുനിലും ആദിൽ പാലോടും നോബൽ ബാരിക്കാരനുമുണ്ട്. ആദിൽ പാലോട്, ഇപ്പോൾ രാജിക്കത്ത് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. എന്താണ് രാജിക്കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? എന്തു കാരണം പറഞ്ഞാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ ഈ പാർട്ടികൾക്കും യുവജന സംഘടനകൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്? പ്രധാനമായും ധർമ്മേന്ദ്ര പ്രധാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിദ്യാർത്ഥികൾക്കുണ്ടായ നഷ്ടം, വിദ്യാർത്ഥികൾക്കുണ്ടായ ആഘാതം, ദുഃഖം, അതിലൊക്കെ തന്നെ മനം നൊന്താണ് താൻ രാജിവെക്കുന്നത് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. ഡീപ്ലി ഹർട്ട് ബൈ സ്റ്റുഡൻസ് പെയിൻ എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. വിദ്യാർത്ഥികളുടെ വേദന അത് തന്നെ അത്രമേൽ തന്നെ ആഘാതത്തിലാക്കി, തന്നെ ദുഃഖത്തിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്, വേദനയിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ആ രാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിച്ചിരിക്കുന്നു. ഏതായാലും ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ തനിക്ക് വലിയ ദുഃഖമുണ്ട്, താൻ ബോധപൂർവം ചെയ്തതല്ല എന്നൊക്കെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഈ രാജിക്കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ രാജി അംഗീകരിച്ചതോടുകൂടി ഇപ്പോൾ വലിയ ആഹ്ലാദമാണ് ജന്തർ മന്ദിറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അഭിജിത് ദീപ്കെ പറഞ്ഞു തുടങ്ങിയത് വി ഹാവ് ബ്ലഡി ഡൺ ഇറ്റ് എന്നാണ് അഭിജിത് ദീപ്കെ പറഞ്ഞത്. നമ്മൾ നേടിയിരിക്കുന്നു, രാജിവെക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ സർക്കാരിൽ രാജി ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ആ രാജി നമ്മൾ സാധിച്ചെടുത്തിരിക്കുന്നു എന്നാണ് അഭിജിത് ദീപ്കെ അവിടെ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോട് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ആവേശമാണ് ജന്തർ മന്ദിറിൽ കാണാൻ കഴിയുന്നത്. ജന്തർ മന്ദിറിലെ ഒരേ ആവശ്യമായിരുന്നു, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരേ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു.